ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഡെയിലിയുള്ള പ്ലാൻസിൻ്റെ അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഡെയിലിയുള്ള പ്ലാൻസിൻ്റെ അപ്ഡേഷൻസ് കിട്ടില്ല, കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പ്ലാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ നമ്മൾ വീഡിയോസ് എപ്പോഴും കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചൈനീസ് ബോൾസും ഭ്രാന്ത് പിടിച്ച പോലെ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഫെർട്ടിലൈസറിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിന് മുമ്പ് നോക്കിയുള്ളൂ, ചൈനീസ് ബോൾസത്തിൻ്റെ കട്ടിങ്സ് വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള കട്ടിങ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത്. എനിക്ക് മുറിച്ചെടുത്ത് കാണിക്കാൻ പറ്റില്ല. ഈ ഒരു സൈസിലുള്ള കട്ടിങ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. കട്ടിങ്സിൻ്റെ പ്രൈസ് വരുന്നത് 150 രൂപയായിരിക്കും. 10 പ്ലാന്റിൻ്റെ കോംബോ 150 രൂപയായിരിക്കും കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് DTDC, സ്പീഡ് ആൻഡ് സേഫ്, പ്രൊഫഷണലി 3 കൊറിയർ സർവീസും അവൈലബിൾ ആണ്. അപ്പം ഞാൻ ആദ്യം പരിചയപ്പെടുന്ന ഫെർട്ടിലൈസർ ഗ്രീൻ കെയറിൻ്റെ ഈ ഒരു 13, 27, 27 ഈ ഒരു ബ്രാൻഡ് തന്നെ മേടിക്കണമെന്നില്ല. ഫെർട്ടിലൈസർ നോക്കിയാൽ മതി. 13, 27, 27 നോക്കിയുള്ള റേഷ്യോ നോക്കിയുള്ള 13, 27, 27 ഇത് NPK ആണ്. നമുക്ക് വാട്ടർ പ്ലാന്റ്സിലും ഫ്ലവറിംഗ് പ്ലാന്റ്സിലും ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വാട്ടർ പ്ലാന്റ്സിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു NPK ആണ് 13, 27, 27. അടുത്ത ഫെർട്ടിലൈസർ നോക്കിയുള്ള 19, 19, 19 ഇതിൻ്റെ റേഷ്യോ നോക്കിയുള്ള 19, 19, 19. ഇതെന്തിനു ഹെൽപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതായത് പൂച്ചെടികൾ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു 19, 19, 19. ഇതാണ് DAP നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു DAP നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം DAPയും NPKയും ഒക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഇഷ്ടംപോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകും, പെട്ടെന്ന് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു 19, 19, 19 ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കി. ഇതിപ്പോൾ നമ്മൾ ഓൺലൈൻ സെയിലിന് വെച്ചത് നമ്മുടെ ടൈഗർ പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ ടൈഗർ റോസ്, അപ്പോൾ ഈ ടൈഗർ റോസിൽ എല്ലാം തന്നെ ഫ്ലവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ മഴയായിരുന്നു, അതുകൊണ്ട് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവേഴ്സ് നിൽക്കും. അപ്പം നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഈ ഒരു DAP നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. DAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഅമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയും. അപ്പം നമ്മൾ ഈ ഒരു DAP അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് അതിൻ്റെ ചുവട്ടിലൊന്ന് വെതറി ഇട്ട് കൊടുത്താൽ മാത്രം മതി. 2 ടൈം വാട്ടറിങ് മസ്റ്റാണ്. അതുപോലെ ചൈനീസ് ബോൾസത്തിനാണെങ്കിലും നമ്മൾ 2 നേരം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിൻ്റെ സ്കിന്ന്, ഞാൻ പറഞ്ഞല്ലോ മഷിത്തണ്ട് ചെടി പോലെയാണ് ഇതിൻ്റെ സ്കിൻ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വാടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വാടിപ്പോയി കഴിഞ്ഞാൽ തന്നെ പ്ലാന്റ് നമുക്ക് ഡാമേജ് ആയി പോകും. അപ്പം നമ്മൾ 2 നേരം ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ 15 ദിവസത്തിലൊന്ന് ഈ ഫെർട്ടിലൈസർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ പ്ലാന്റ്സ് വാങ്ങി പ്ലാന്റ് ഒന്ന് മെച്ചൂർഡ് ആയി കഴിഞ്ഞാൽ ഇതിനെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ജിഫിയിലൂടെയോ അല്ലാതെയോ ഒക്കെ നമുക്ക് കട്ടിങ്സ് പുതിയ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. വെള്ളത്തിലിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരുണ്ട്. ഈ ഒരു കളർ നോക്കി, ഇതൊരു നല്ല റെയർ കളറാണ്, ഒരു പിങ്കിഷ് ലാവൻഡർ കളർ എന്ന് പറയാം. നല്ലൊരു കളറാണ്. ഇതൊക്കെ നിങ്ങളുടെ ഗാർഡനിൽ വളരെ അപൂർവമായിരിക്കും, മിക്കവാറും ഗാർഡനിൽ കാണില്ല. അപ്പോൾ ഇതുപോലത്തെ റെയർ കളേഴ്സ് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളുക. ഞാൻ പറഞ്ഞാൽ ഈ NPK ഒക്കെ നമുക്ക് നമ്മുടെ വാട്ടർ പ്ലാന്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നേ. ഇപ്പം പൂക്കൾ ഉണ്ടാകാതിരിക്കുന്ന വാട്ടർ ലില്ലീസിലൊക്കെ ഈ NPK കുറച്ചൊരു പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി, നമുക്ക് ഫ്ലവേഴ്സ് കിട്ടിക്കോളും കേട്ടോ. അപ്പം ഇപ്പം ഞാൻ കാണിച്ച ഒരു നമ്മുടെ ചൈനീസ് ബോൾസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നാണ് കട്ടിങ്സ് എടുത്തിട്ട് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തരുന്ന കട്ടിങ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ മുറിച്ച് ഫ്ലവറോട് കൂടിയുള്ള കട്ടിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. എല്ലാവർക്കും ഒരുപോലെ ബഡ്ജറ്റ് ഉണ്ടാവണം എന്നില്ല. ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബഡ്ജറ്റ് ഉണ്ടാവണം എന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കട്ടിങ്സും സെയിൽ ചെയ്യുന്നുണ്ട്. കട്ടിങ്സിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റിന് 10 എണ്ണത്തിൻ്റെ കോംബോ വരുന്നത് 700 രൂപയായിരിക്കും. കൊറിയർ ചാർജ് 150 രൂപയായിരിക്കും 10 എണ്ണ പ്ലാന്റിൻ്റെ വരുന്നത്. ഏകദേശം 3 കിലോയ്ക്ക് മേളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് 150 രൂപയെ നമ്മൾ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. മാക്സിമം ഞാൻ വീഡിയോസിൽ പുതിയ വീഡിയോസ് എടുക്കുമ്പോഴത്തേന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ പഴയ പ്ലാന്റ്സ് ആണ്. ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്താണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്.